ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഏകൽ ലേണിംഗ്. ഞാനുണ്ട്, ഫസി സാർ ഉണ്ട്. നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാൻ വന്നതാണ് കേട്ടോ. പ്രധാനമെങ്കിൽ എല്ലാവർക്കും അറിയാൻ കാര്യമാണ്, ഇന്ന് 3 ദിവസമുള്ള എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ. അല്ലേ ഫസി സാറേ? അപ്പോൾ പറഞ്ഞ എത്രേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേർക്ക് ഒരുമിച്ച് വരണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അതിനെ സില്ലിയായിട്ട് എടുക്കരുത്. വളരെ നെവർ മൈൻഡിൽ എടുത്തിട്ട് മോഡലല്ലേ ഫൈനലിൽ പിടിക്കാന്നുള്ള മൈൻഡ് ആർക്കും വേണ്ട. പണി കിട്ടും, പണി കിട്ടും, അവരാച്ചെന്ന് പറയാൻ പണി കിട്ടിയിരിക്കും, അത് 100% ഉറപ്പാണ്. പല കുട്ടികളും മെയിൻ എക്സാം ആണ് വലുത്, മോഡലൊന്നും എഴുതേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കുട്ടികളും ഉണ്ട്. അവരോട് ഞാൻ സ്പെഷ്യലായിട്ട് പറയാണ്, മസ്റ്റ് ആയിട്ട് മോഡൽ എഴുതണം. നിങ്ങളുടെ മെയിൻ എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ എഴുതിയേ മതിയാവുള്ളൂ. വെറും എഴുത്ത് മാത്രമല്ല, മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ഫൈനൽ എക്സാം എങ്ങനെയാണോ എഴുതുന്നത് അതേ സീരിയസ്നെസ് വെച്ചിട്ട് അതേപോലെ എഴുതണം. പിന്നെ ഒരു ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, മോഡൽ എന്ന് പറയുമ്പോൾ കളിക്കാനുള്ളതല്ല. അപ്പോൾ അത് മോഡൽ എക്സാമിന് മാർക്ക്, പെർഫോമൻസ് അത് നിങ്ങളെ ഫൈനൽ എക്സാമിനെ ബാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, മോഡൽ എക്സാമിന് മാർക്ക് കുറവാണെങ്കിൽ നമ്മുടെ ഭയങ്കരമായിട്ട് കോൺഫിഡൻഷ്യൽ ഡൗൺ ആയി പോകും, പറ്റപ്പത്തായി പോകും. അതെങ്ങാനും നമുക്ക് നല്ല മാർക്ക് കിട്ടി, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, ഫൈനലിൽ ഞാൻ പൊളിക്കുമെന്നല്ല, ഓവർ കോൺഫിഡൻസോ അഹങ്കാരമല്ല പറയുന്നത്, എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള തോന്നലുണ്ടാക്കും. സോ നിങ്ങൾ ഏതുവരെ പഠിച്ചു, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, സ്ട്രോങ് ഏരിയ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം മോഡൽ എക്സാമാണ്. പക്ഷേ മോഡൽ എക്സാമിന് ഒരു പ്രശ്നം ഉണ്ടാവരാച്ച, എന്താണെന്നറിയോ? എന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്കൂ. ഇനി 3 ദിവസം ഉള്ളൂ. അതാണോ? അത് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ? സോ പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ, ഈ 3 ദിവസം എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം, പിന്നീട് ഒരു കാര്യം എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ ഞങ്ങൾ ഇന്ന് പറഞ്ഞു. ആശാനെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ആ പ്രശ്നം എന്താണെന്നറിയോ? നമുക്കുള്ള എക്സാം തുടങ്ങുന്നത് 19-ാം തീയതിയാണ്. 19-ാം തീയതി മുതൽ എക്സാം തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഒരു ദിവസം 2 പരീക്ഷയുണ്ട്. ഒരു ദിവസം 2 പരീക്ഷ മാത്രമാണ് ഒരു ദിവസം വരുന്നത്. ഫസ്റ്റ് ലാംഗ്വേജ് 2 വരുന്നു, ഹിന്ദി ഇംഗ്ലീഷും വരുന്നു, അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും വരുന്നു, സോഷ്യൽ സയൻസും ബയോളജിയും വരുന്നു, പിന്നെ അവസാനം വെള്ളിയാഴ്ച ഏത് വരുന്നു? മാത്സ് വരുന്നു. ഇങ്ങനെ ഈ ഓർഡറിലാണ് പരീക്ഷ വന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് ബുദ്ധി വെച്ച് ആലോചിക്കാം. ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് നിങ്ങൾ പഠിക്കുമോ? 2 സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? കെമിസ്ട്രി മുഴുവൻ, ഫിസിക്സ് മുഴുവൻ ഒരു രാത്രി കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ചൊവ്വാഴ്ച രാത്രി ഇരുന്നാലും പറ്റൂല, കഴിയൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബുധനാഴ്ച രാത്രി നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നിട്ട് ഇവര് സോഷ്യൽ സയൻസ് പഠിക്കാനിരിക്കുക. 15 പ്ലസ് പിന്നെ ബയോളജിയുടെ 8ഓളം ചാപ്റ്റർ, എനിക്ക് 7-8 ചാപ്റ്റർ ബയോളജി, 20-ലേറെ ചാപ്റ്റേഴ്സ് ഒരു രാത്രി കൊണ്ട് പഠിച്ചാൽ തീരൂല. അപ്പൊ നിങ്ങൾ ഇനിയും പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ മുമ്പിൽ എത്ര ഓക്കെ, എന്നാലും അവർക്കൊരു ഇതിന്റെ കോൺഫിഡൻസ് നമ്മൾ കൊടുത്തേ മതിയോ? പറ്റും. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന അവർക്ക് കിട്ടും മനസ്സാറേ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ മുമ്പിൽ ഇനി 3 ദിവസങ്ങളുണ്ട്, വെള്ളി, ശനി, ഞായർ. ഓക്കെ, അപ്പൊ നമ്മൾ വെള്ളിയാഴ്ച നാളെ തന്നെ തുടങ്ങാൻ പോവാണ്. വെള്ളി മീൻസ് വെള്ളി മുതലങ്ങ് തുടങ്ങാം. 2-3 ദിവസം നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, അതായത് വെള്ളിയാഴ്ച രാത്രി, ഫ്രൈഡേ നൈറ്റ്. ഏതാ ദിവസം? ഫ്രൈഡേന്റെ മലയാളം എന്താ? ഈ വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് ഞങ്ങൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് പുറത്തേക്ക് എഴുതണം. ഓക്കെ, വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് നിങ്ങളെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ, ശനിയും ഞായറും എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാ. ആ വെള്ളിയാഴ്ച രാത്രി തന്നെ നമ്മൾ സോഷ്യൽ സയൻസുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. ഇനിയുള്ള 3 ദിവസങ്ങളിൽ നിങ്ങൾ മാത്സിന് സമയം കണ്ടെത്തണം, സോഷ്യൽ സയൻസിന് സമയം കണ്ടെത്തണം, അതുപോലെ ബയോളജിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും നമ്മൾ സമയം കണ്ടെത്തണം. ഓക്കെ, ഇനി നമ്മുടെ വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ചയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ദിവസത്തെ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു തരും. അതുപോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്ററിന്റെ റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ തറപ്പിച്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ, മോഡൽ എക്സാം ആണ്, അതിൽ ഫുൾ A+ മേടിക്കണം, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ പെർഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ അവസാന മിനിറ്റിലെ നമ്മൾ പറയില്ലേ, ഒരു ഫൈനൽ ലാപ്പ് സ്പ്രിന്റ് ചെയ്യേണ്ട ടൈമാണ്, ഓടി പിടിക്കുന്ന ടൈമാണ്. റിലേയിലൊക്കെ കാണാൻ അവസാനം പടക്ക അടിച്ചു കയറുന്നത്. ആ ഒരു അടിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത്. അത് കറക്റ്റ് 7 മണി, വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ വരികയാണ്. ഓക്കെ, അതിനുശേഷം സോഷ്യൽ സയൻസിന്റെ ഇമ്പോർട്ടൻറ്റ് essay ക്വസ്റ്റ്യനും 1 വേർഡും 2 മാർക്കൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞാനും അജുവും വരുന്നുണ്ട്, പൊളിച്ചെടുക്കും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ റെസ്റ്റ് ഇല്ലാത്ത ഓട്ടാണ്. അതിനെന്താ നമ്മൾ പറയാ? കൂട്ടയോട്ടം അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടം അങ്ങനെ പറയും. നിങ്ങൾ 10ാമത്തെ വർഷമാണ് പഠിക്കുന്നത്. ആ ഒരു LKG UKG പോയിട്ട് 12ആയി. അതും കൂടെ അടക്കം അതിന്റെ റിസൾട്ടാണ്. നിങ്ങൾ ഇത്രയും കാര്യം പഠിച്ച റിസൾട്ടാണ്. നിങ്ങളുടെ അച്ഛനമ്മമാരും പാരന്റ്സും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ടാണ്. നല്ല റിസൾട്ട് വാങ്ങാനുള്ള കഠിന പ്രയത്നം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതിയാവുള്ളൂ. കൂടെ നിൽക്കുക. ബെസ്റ്റ് ആയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതും സാറ് പറഞ്ഞ പോണേ. ലക്ഷ്യം ഫുൾ A+.
അത്രേ ഉള്ളൂ. മിഷൻ ഫുൾ A+. IT കഴിഞ്ഞു, ഇനി 9 A+ നമുക്ക് നേടാനുണ്ട്. ഈ 9 നമ്മൾ അടിച്ചെടുക്കും. ആരോടൊപ്പം? ഏകൻ ഉണ്ടായിരിക്കും കൂടെ. ഞാൻ പറയുന്നു, ദ ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ എവർ. വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് ഇങ്ങ് പോരുക. ശനി ഞായർ എങ്ങനെ പഠിക്കണം എന്ന് കാണിച്ചതും വെള്ളിയാഴ്ച രാത്രി നമ്മളിരിക്കും. അപ്പം മറക്കാനേ ഞാൻ പറഞ്ഞോളൂ. ഇന്ന് കൃത്യം 7 മണിക്ക് ഞാൻ വരുന്നുണ്ട്. കൂടാതെ നിങ്ങളെ ഇന്നെന്ന് പറഞ്ഞ സാറാണ് കേട്ടോ, വ്യാഴാഴ്ച രാത്രിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഫിസിക്സിന്റെ പുതിയൊരു പുലി കൂടെ ഇറങ്ങുന്നുണ്ട്, ശ്രീമത് സാർ. ഓക്കെ, ശ്രീമത് സാർ വരുന്നുണ്ട്. സാറെ പരിചയപ്പെടേണ്ടതുണ്ട്, സാറെ ക്ലാസ് അറിയേണ്ടതുണ്ട്. പക്ഷെ ഒരുപാട് കുട്ടികൾ, അപ്പൊ അത് നിങ്ങൾക്ക് കാണാം, ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. നമ്മുടെ ഫിസിക്സിന്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് സാറ് തന്നെയാണ് മനുസാറെ കൂടെ ഉണ്ടായിരിക്കുക. മനുസാറും ശ്രീമത് സാറും കൂടെ പൊളിച്ചെടുക്കും. സോ ബയോളജിക്കും അതുപോലെ അടിപൊളി ഒരു മിസ് വന്നിട്ടുണ്ട്. ഒക്കെ ഒരുപാട് പേര് നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ശനി ഞായർ ദിവസങ്ങളിൽ, മോഡൽ എക്സാമിന്റെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഒരുപാട് പുലികൾ ലൈകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനിയിപ്പോ ഞങ്ങൾ പോകുന്നു അല്ലേ? പക്ഷേ താങ്ക് യു, ബൈ, സീ യു.